ഹായ്, ഞാനപ്പോൾ ഫുള്ള് വാരണാസി ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഗംഗാരതി കാണാൻ പോയി. അതൊരു അനുഭവമായിരുന്നു. ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കാണണമെന്നുള്ളവർ കാണാം. അത് വല്ലാത്ത ഭയങ്കര ഒരു ഫീലായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റ് പോയതാണ്. ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ കയറി. മസാല ദോശ, നമ്മുടെ ഹിന്ദിക്കാർ മസാല ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒക്കെ അറിഞ്ഞ ഒരു സമയമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഒരു കർണാടക ആന്ധ്ര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ വന്നു. ഇതാണ് ഞാൻ എടുത്ത ഡോർമെട്രി. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഈ പുള്ളിക്കാരൻ ഒരു യൂട്യൂബറാണ്, ഹിന്ദിക്കാരനാണ്, ഫുൾ ഓൾ ഇന്ത്യ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ പിറ്റേ ദിവസം ഞാനൊരു രാവിലെ വീണ്ടും ക്ഷേത്രത്തിലൊക്കെ പോയി, ഗംഗയിൽ പോയി കുളിച്ചു. അതിനുശേഷം ഞാൻ ബാഗ് എടുത്തു, മടങ്ങുകയാണ്. വാരണാസിയോട് യാത്ര പറഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും വരാം എന്നൊരു ആഗ്രഹമുണ്ട്, വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് വാരണാസി. ഒരു പ്രത്യേക ഫീലാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ കടമെടുത്താൽ ഇത്രയേറെ നമ്മൾ ആകർഷിക്കുന്ന എന്തോ ഒരു സംഭവം വാരണാസിയിലുണ്ട്. അങ്ങനെ ഈ വഴികളോടൊക്കെ ഞാൻ ബൈ 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 പറഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റു. പിന്നെ ഗംഗയിൽ പോയി ഒന്നുകൂടെ കുളിച്ചു. അതിനുശേഷം വിശ്വനാഥ ടെമ്പിളിൽ പോയി തൊഴുതു. അവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ അപ്പോഴും ഞാൻ മൊബൈലൊന്നും എടുത്തില്ല, അതുകൊണ്ട് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ പോവുകയാണ്. എൻ്റെ ട്രെയിൻ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാനിനി പോകുന്നത് അയോധ്യയിലേക്കാണ്. അയോധ്യ, രാമൻ്റെ അയോധ്യ. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ത്രിവേണി സംഗമം കാണാൻ വേണ്ടി പോകാമെന്നാണ്. പക്ഷേ പിന്നെ ഞാൻ മൈൻഡ് മാറ്റി. എൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊന്നും സെറ്റാകത്തില്ല എന്ന് തോന്നിയിട്ട് പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് അയോധ്യയിലോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ബസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സംഭവം ഇവിടെ ഉണ്ട് ബസ്, ഇവിടെ നിന്ന് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഓൺലൈൻ വഴി ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പം ഒറ്റ സ്ട്രെച്ചിനുള്ള ട്രെയിന് നോക്കിയപ്പോൾ ഇല്ല, അവൈലബിൾ അല്ല. ഞാനങ്ങനെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് വേറൊരു ട്രെയിനുണ്ട്. അപ്പം ഞാൻ അതിൽ കയറി അയോധ്യയിൽ പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എനിക്ക് ഒരു രാത്രിയാണ്, എനിക്കൊരു 8 മണിക്കാണ് എൻ്റെ ട്രെയിൻ, ഫസ്റ്റ് ട്രെയിൻ. അതൊരു 2 മണിക്കൂർ കൊണ്ട് അടുത്ത സ്റ്റോപ്പിലെത്തും. അവിടെ നിന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് 1.5 മണിക്കൂറില്ല, കറക്റ്റ് പറഞ്ഞൊരു 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് അടുത്ത ട്രെയിനുണ്ട്. ഞാൻ അടുത്ത ട്രെയിനിൽ കയറി നേരെ അയോധ്യയിൽ പോകുന്നു. ഇതാണ് പ്ലാൻ. പക്ഷേ എനിക്കൊരു മുട്ടൻ പണി വഴിയിൽ കാത്തു നിൽപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഓക്കെ, അത് നമുക്ക് വഴിയേ മനസ്സിലാക്കാം. എനിക്ക് കിട്ടിയ പണി എന്താണെന്ന്. ഓക്കെ, ഞാൻ നേരെ വാരണാസിയോട് യാത്ര വന്നു. വാരണാസിയിൽ എവിടെ നോക്കിയാലും ഇതുപോലെ പശുക്കളും ഒക്കെ എവിടെ നോക്കിയാലും കാണാം കേട്ടോ. പക്ഷേ ആരെയും ഉപദ്രവിക്കണമായിട്ടൊന്നും കാണാനില്ല. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ രാവിലെ തന്നെ ആൾക്കാർ വിൽക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 11 മണിയായി കാണും. ഒരു രസമാണ് കേട്ടോ വാരണാസിയുടെ തെരുവുകൾ, വല്ലാത്ത ഫീലാണ്. എവിടെ നോക്കിയാലും ഒരു ഡിവൈൻ ടച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ചെറിയ ചെറിയ വഴികളുണ്ട്, അവിടെയെല്ലാം ഇത് കല്ലുകൾ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതെനിക്കൊന്ന് ഈ ഇടക്കാലത്ത് മോദിയൊക്കെ വന്നതിന് ശേഷം ചെയ്ത വികസന പ്രവർത്തനങ്ങളാകാം. ഈ സാധനം എന്താണെന്ന് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് വച്ചയ്ക്കുന്നുണ്ട് ഇത് വിൽക്കാൻ വേണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി സംഭവം. അത് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തിനുള്ളതാണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ കേരളത്തിലുള്ളവർ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. എന്തോ സീഡ് അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും
അത് ഒരു പ്രയോജനമാവും. ഇതുപോലെ ഒരുപാട് പേര് വന്ന് നമ്മളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അതാണ് മെയിൻ എൻട്രൻസ്, വിശ്വനാഥ ടെമ്പിളിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ദൂരം ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരും നമ്മുടെ വിശ്വനാഥ ടെമ്പിൾ. ഭയങ്കര തിരക്കാണ്, എവിടെ നോക്കിയാലും തിരക്കേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗ്യാൻവാപ്സിയുടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോ അങ്ങനെയൊന്നും ഫോണ് ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റൊന്നും കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റിയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പള്ളി അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടതുമില്ല. നിങ്ങൾ ഈ പറയുന്ന ഡിസംബർ നവംബർ മാസങ്ങളിലൊക്കെ വാരണാസിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഡ്രസ്സ് മാത്രം എടുക്കുക. കാരണം നമ്മൾ അധികം സ്വെറ്റ് ആവത്തില്ല, അതുകൊണ്ട് തന്നെ അഴുക്കാവത്തില്ല ഡ്രസ്സൊന്നും. വളരെ കുറച്ച് ഡ്രസ്സ് മാത്രം മതിയാവും. പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് വാങ്ങിക്കൊണ്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ബാഗ് കൊണ്ടുവേണം വരാൻ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് നാട്ടിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് ഇവിടുത്തെ ഹോണ്ട കേസിനെ കുറിച്ച് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഹോണടി ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ നാട്ടിലത്തെ ഹോണടി പോലെ അല്ല ഇവിടുത്തെ ഹോണടി. അടിച്ച് വെറുപ്പിച്ച് കളയും. എവിടെ നോക്കിയാലും ഹോണോട് ഹോണ്. മുന്നോട്ട് പോകില്ല എന്ന് 100% ആ ഒരു വണ്ടി മാറിയാലേ പോകാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷേ എല്ലാവരും കൂട്ടത്തോടെ ഹോണടിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെവിയെല്ലാം ഒരു പരുവവും. അങ്ങനെ ഞാൻ വാരണാസി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഞാനൊരു സൈക്കിൾ റിക്ഷോ തന്നെ തിരഞ്ഞെടുത്തു. കാരണം സൈക്കിൾ റിക്ഷോ ഒന്നാമത്തെ കാര്യം ചീപ്പാണ്. ബാക്കി ഓട്ടോകളെ സംബന്ധിച്ചിടത്തോളം ചീപ്പാണ്. പിന്നെ അവർക്ക് ഒരു വരുമാന മാർഗവും ആവും. പിന്നെ കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും, സ്ഥലങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓപ്പൺ റൂഫ് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫീലായി ഇതിലിരുന്ന് പോകാൻ. അങ്ങനെ 2-3 കാരണങ്ങൾ കൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ തന്നെ ചൂസ് ചെയ്തു. ഞാൻ ആദ്യം ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്നൊരു 3.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ 400 രൂപയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഷെയർ ഓട്ടോ. അത് നമ്മൾ ഇതുപോലെ പൊയ്ക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ തടഞ്ഞ് വേറെ ആൾക്കാർ കാണും. അപ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിലൊക്കെ കുറച്ച് പൈസ ആവത്തുള്ളൂ. ഒരു 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 20, 30, 40 രൂപ. 50 രൂപയ്ക്ക് ഉള്ളിലേ ആകത്തുള്ളൂ. പക്ഷേ അത് നമുക്ക് യു പിയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ആളെന്ന നിലയ്ക്ക് നമുക്കത് കണ്ടെത്താനും അതിൽ കയറാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് എൻ്റെ ബാഗ്. ഏകദേശം ഒരു 10-15 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട്. അപ്പം ഇതും കൊണ്ട് വേണം പോകാൻ. കുറേ പക്ഷികളുമായി ഒരാൾ അതാ കടന്നു പോകുന്നു. ഒരുപാട് കാഴ്ചകളുണ്ട്. ഭയങ്കര ചീപ്പാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു 1000-നൊക്കെ ഉള്ള ജാക്കറ്റുകളൊക്കെ അവിടെ ഒരു 200 രൂപ, 150 രൂപ റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ നൈറ്റ് ആകുമ്പോൾ ഈ 250 രൂപ പറഞ്ഞതൊക്കെ ചിലതൊക്കെ 150, 100 രൂപ ആ റേഞ്ചിനൊക്കെ കിട്ടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോയുടെ അവസാനം എനിക്ക് ടോട്ടലായിട്ടുണ്ടായ ചിലവുകൾ, ഈ വീഡിയോയുടെ അല്ല, ഈ സീരീസ് തീരുമ്പോൾ എനിക്ക് ടോട്ടലായിട്ടുണ്ടായ ചിലവ്, പിന്നെ ഞാൻ എന്തൊക്കെ കൊണ്ടുപോയി, എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഞാൻ പറയാം കേട്ടോ. ഒരുപാട് പേർക്കത് ഹെൽപ്ഫുള്ളാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പഴയ മാമനേക്കാളും കുറച്ച് പ്രായം കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ മാമന്.
എൻ്റെ ചവിട്ട് കണ്ടിട്ട് എനിക്ക് സത്യമായിട്ടും പഴയ പോലെ തന്നെ ആ സെയിം ഫീലാണ്. കുറച്ച് സങ്കടം അധികം തോന്നുന്നുണ്ട്. പക്ഷേ അവർക്ക് അതൊന്നും ഒരു വിഷയമില്ല. പിന്നെ ജോലി എടുത്താണല്ലോ അവർ ജീവിക്കുന്നത്. नाम क्या है? हाँ, कितने साल से चलाता है? മാമൻ്റെ പേര് ചോദിച്ചു, പക്ഷേ എനിക്ക് പേര് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ ഒരു മറ്റേ മാമനെ പോലെ തന്നെ ഒരു 35-40 വർഷമായി സൈക്കിൾ ചവിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം മനസ്സിലായി. പാവം തോന്നുന്നു, പാവം. പിന്നെ ചവിട്ടാതെ അവിടെ നിന്നിട്ടും അതിനെക്കാട്ടി പാവമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങി ചവിട്ടിയാലോ എന്ന് ഒന്ന് ചോദിച്ചാലോ. പുള്ളിക്കാരനെ ചിലപ്പം എനിക്ക് അത്രയും കൂടുതൽ ഒരുവിധം പിടിച്ചിട്ടുള്ള ഹിന്ദി അറിയാവും. കൂടുതലങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ തിരിച്ചു പറയുന്നതും മനസ്സിലാകത്തില്ല, അങ്ങോട്ട് പറയാനും കഴിയത്തില്ല. ആ ഒരു അവസ്ഥയാവും. അതുകൊണ്ട് എനിക്ക് സീരിയസ് ആയിട്ട് അവിടെ ഒരു വഴക്ക് പിടി. അത് പോയി. അവിടെ ഭയങ്കര ഉടക്ക് കിടക്കുകയാണ് ഗൈസ്. ഒരു സ്കൂട്ടറിൽ കൊണ്ടുപോയി ഒരു ഇന്നോവയാണെന്ന് തോന്നുന്നു ഇടിച്ചു. മിക്കവാറും അത് അടിയാവും, ഉടക്കാവും. ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ ഭയങ്കര മേക്കപ്പാണ്. ലിപ്സ്റ്റിക്കൊക്കെ വാരി കോരി അത് നമ്മളെ കണ്ണടിച്ച് പോണ കളറൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് അതുപോലത്തെ ഇലക്ട്രിക് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതാ പോകുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഷെയർ വണ്ടികൾ കിട്ടുന്നത് ഇവിടെ പാടാണ്. കാരണം ഒറ്റയ്ക്ക് അങ്ങനെ ആരും വരത്തില്ല. 1-2 പേരായിട്ട് ആരും വരത്തില്ല, ഗ്രൂപ്പായിട്ടേ വരത്തുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ വണ്ടി നിറയും. മാമൻ ഷോർട്ട് കട്ട് കയറി ഗൈസ്. ഇത് ഷോർട്ട് കട്ടാണ്. ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ന് രാത്രി 8 മണിക്ക് BE എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിൽ കയറി ഷാഹ്ഗഞ്ച് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നെത്തും. അവിടെ നിന്ന് 1 മണിക്കൂറിന് ശേഷം എനിക്ക് മറ്റൊരു ട്രെയിനിൽ കയറി അയോധ്യയിലേക്ക് എത്തുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതുവരെ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് പിന്നെ എനിക്ക് ഒരുപാട് സമയം റെയിൽവേ സ്റ്റേഷനിൽ റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഒരുപാടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞ ഒരു 2 മണി അടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട്. പഴയ കെട്ടിടങ്ങൾ, ചുവരുകൾ നിറയെ ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ. ഈ നാട് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല സത്യമായിട്ടും. അത്രയ്ക്ക് മനോഹരമാണ് വാരണാസി. നമ്മൾ ഒരിക്കൽ കൂടി വരാൻ കൊതിക്കുന്ന ഒരു സ്ഥലം. അവൻ എന്നെ ഏതൊക്കെയോ വഴിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത് ഓരോ പാർട്സായിട്ട് ഇളകുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഹിന്ദി ഞാൻ ഒരുവിധം വായിക്കുമെങ്കിലും ഒരു എഴുതിക്കുന്ന രീതിയൊക്കെ ഭയങ്കര പഴയ ടൈപ്പാണ്. പഴയ ലിപിയാണ്. പുതിയ ലിപിയാണെങ്കിൽ ഞാൻ പൊളിച്ചിട്ടുണ്ട്. പിശാജ് മോചൻ വാരണാസി. പിശാജ് മോചൻ അങ്ങനെ ഒരു ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിശാജ് മോചൻ തന്നെ ആൾക്കാരൊക്കെ തല്ലേ ഉള്ളൂ തന്നെ. പിശാജ് മോചൻ എന്നാണ് ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല പേര്. അങ്ങനെ പിശാജ് മോചൻ എന്ന സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. രോഹിത് ശർമ്മയുടെ ഏറ്റവും കടയിൽ അടിപൊളി സ്യൂട്ടൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഇവിടെ ഇതാണ് മെയിൻ കേട്ടോ. എവിടെ നോക്കിയാലും പാൻ എന്തിരി മാറിപ്പോണ വാ എന്നാ മാറിപ്പോയി ഗൈസ്. ഓവർടേക്ക് ചെയ്ത് പോയിരിക്കുന്നു. കമൺ മാമ ടോപ്പിക്ക്. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം.
മാമൻ എന്തെങ്കിലും പൈസ കൂടുതൽ കൊടുക്കണം ഗൈസ്, പാവം. ഞാൻ ബാർഗൈനും ഒന്നും ചെയ്തില്ല, പക്ഷേ മാമൻ ഡിസേർവ് ഇറ്റ്. നമുക്ക് പിന്നെ ഈ സിഗ്നലൊന്നും ബാധകമല്ല കേട്ടോ, അതിനൊരു ഗുണമുണ്ട്. ഈ വണ്ടിക്കൊന്നും സിഗ്നലൊന്നും വലിയ ബാധകമൊന്നും. ഇതിൽ പിന്നെ ആർക്കും തെറ്റിടിക്കാനും പറ്റത്തില്ല. പക്ഷേ വേറെ വല്ല വണ്ടി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ചത്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. അതിപ്പോൾ ഒറ്റയ്ക്കായാലും വേറൊരാളെ കണ്ടാൽ അതിനെക്കാട്ടി സന്തോഷവും, പക്ഷേ ഒറ്റയ്ക്കായാലും ഭയങ്കര സന്തോഷവും. അതാണ് മാതൃഭാഷയുടെ വില അറിയണമെങ്കിൽ നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോകണം. ഞാൻ മാമൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പറയണേ, കുഴപ്പമില്ല, ഞാൻ ഇറങ്ങി നടന്ന് വയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം 1/2 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. മാമൻ ചവിട്ടുന്നത് കണ്ടിട്ട് ഒരു വിഷമം തോന്നുന്നുണ്ട്. എന്നാലും പിന്നെ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വേണ്ട, അതാണ് കല്യാണത്തിന് അലങ്കരിക്കുന്നതാണെന്ന് തോന്നുന്നു. ചുമ്മാ അലങ്കരിച്ച് കയറ്റുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞത്. ഇവിടത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് ഇതുപോലെ അലങ്കരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, പക്ഷെ മാമൻ ടയേർഡായി എന്ന് തോന്നുന്നു, പാവം. പക്ഷെ മാമന് ജോലി ചെയ്താലും എല്ലാം കിട്ടും. ഇവിടേക്ക് ഇങ്ങനത്തെയൊക്കെ ബിൽഡിങ്ങുകളാണ് കംപ്ലീറ്റ്, പഴയ ബിൽഡിങ്. അവിടുന്ന് അവർക്ക് മുന്നേറാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നശിച്ചു പോയ ഒരു ബിൽഡിങ്, എന്താണ്, ആൾക്കാർ നശിച്ചു പോകുമ്പം എങ്ങനെ ഇരിക്കും അതോപോലെ ഇരിക്കുന്നു. എല്ലാം സെയിമാണ്, ഒരു ഫ്രഷ്നെസ് ഒന്നിനുമില്ല. പഴയ കെട്ടിടങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയതായാലും നമുക്ക് ആ ഒരു മുരടിപ്പ് അല്ലെങ്കിൽ മരവിപ്പ്, ഒരു പക്ക ഒരു സിറ്റിയിലോട്ട് വന്ന ഒരു ഫീലല്ലാത്തൊരു ഫീലുണ്ടല്ലോ. ഇതൊക്കെ സിറ്റി ആവേണ്ട ഒരു സ്ഥലമാണ്, പക്ഷേ ആ ഒരു ട്രഡീഷനിൽ തന്നെ ഇപ്പോഴും അങ്ങ് കിടക്കുക. ഇതൊക്കെ കണ്ട, പക്ഷേ ഇതൊക്കെ എനിക്കൊന്ന് ഇടിച്ചു കളഞ്ഞാൽ പിന്നെ ഇതേ സ്ഥാനത്ത് കെട്ടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇടിക്കാതെ ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത്. നമ്മൾ വാരണാസി ജംഗ്ഷനിലോട്ടെത്തി. പുതിയ പാലങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ കുറ്റികളിട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ആ കുറ്റിയുടെ ഒരു നമുക്ക് കാലപ്പഴക്കം അറിയാൻ പറ്റുമല്ലോ. പക്ഷേ കാരണം നമ്മൾ കേരളത്തിലായതുകൊണ്ട് നന്നായിട്ട് കാലപ്പഴക്കം അറിയാൻ പറ്റും. ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ യു-പിയിലെയും കേരളത്തിലെയും ഹോണടിയുടെ ഒരു വ്യത്യാസം. അങ്ങനെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നെത്തി. इधर से जाना पड़ेगा. हाँ, ठीक है. चलो. അങ്ങനെ ഞാൻ മാമന് പൈസയൊക്കെ കൊടുത്തു. ഇവിടുന്ന് പോകേണ്ട വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. മാമനോട് ബൈ പറഞ്ഞ് ഞാൻ മടങ്ങി. താങ്ക് യു. ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ വന്നിറങ്ങിയത് ഇതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. ഇതുപോലെ യു-പിയിലെ പല റെയിൽവേ സ്റ്റേഷനിലെ ഇതുപോലെ വലിയ ഫാനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും കറങ്ങുന്നത് കണ്ടിട്ടില്ല. നമ്മളുടെ പല KSRTC സ്റ്റാൻഡുകളിലും ടോയ്ലറ്റൊക്കെ ഉള്ള പോലെ ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചേക്കും, പക്ഷേ അകത്തും ഒന്നും കാണത്തില്ല, വെള്ളവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അതേപോലത്തെ അവസ്ഥ. ഇത് കറങ്ങത്തില്ല, ഷോയ്ക്ക് മാത്രം വയ്ക്കുന്ന സാധനം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ കുറേ നേരം വെളിയിലൊക്കെ ഇറങ്ങി നടന്നു. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് അടിക്കാൻ പോയി. ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കും ഹൈദരാബാദി ബിരിയാണി. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് വലിയൊരു മുട്ടൻ പണി ഓൺ ദ വേ ആണെന്ന്. അങ്ങനെ 8 മണിക്ക് ശേഷം എൻ്റെ ട്രെയിൻ വന്നു. ഞാൻ ട്രെയിനിൽ കയറി ഷെഹ്ഗഞ്ച് എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ പെട്ടെന്ന് 8ൻ്റെ പണി. അതായത് ഞാൻ 2 ട്രെയിനിനാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു ട്രെയിൻ നേരത്തെ പോയി. ഞാൻ വന്ന ട്രെയിൻ താമസിച്ചു. 1 മണിക്കൂറോളം താമസിച്ചു. ഇന്ത്യൻ റെയിൽവേക്ക് നല്ല ചീത്തയാണ് വരുന്നത്. പിന്നെ ഞാനിനി അടുത്ത ട്രെയിൻ ഇനി ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബുക്ക് ചെയ്തിരിക്കുന്നു. എന്ത് പാടാന്തോ. പിന്നെ എന്ത് ചെയ്യാൻ, പെട്ടു. അയ്യോ, ട്രെയിനിനെ നമ്പി ഒരിടത്തും പോകാതിരിക്കുക. ട്രെയിൻ ഈസ് എ ബിച്ച്. ഇന്ത്യൻ റെയിൽവേസെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു ഗതികെട്ട റെയിൽവേ ലോകത്ത് കാണുമെന്ന് എനിക്കൊന്നുമില്ല. ഡിലേ. I don't like delay. Indian Railway likes delay. സമയം 3:15. നല്ല മുട്ടൻ തണുപ്പ്, 14 ഡിഗ്രി സെൽഷ്യസ് തണുപ്പ്. ഞാൻ അടുത്ത് കയറാനിരുന്ന ആ ട്രെയിനും 1 മണിക്കൂർ ലേറ്റ്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അയോധ്യയിലെത്തി. നമ്മൾ അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അയോധ്യയിലേക്ക് പോകാം. എനിക്ക് കറക്റ്റ് വഴിയെന്ന് പറഞ്ഞുകൂടെ, എല്ലാവരും പോകുന്നു, അതിൻ്റെ കൂടെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ഇവിടെ ഹനുമാൻജി ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി കിട്ടിയത് 8ൻ്റെ പണിയായിപ്പോയി. പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പോയി ഇറങ്ങുമ്പോൾ ഞാൻ മാത്രമായിരുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ. റെയിൽവേ സ്റ്റേഷനിലെ ഒരു ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്നോ ഒരു പിടുത്തവുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ലാസ്റ്റിലൊക്കെ ആയപ്പോഴാണ് 3-4 പേരൊക്കെ വന്നത്. ഞാൻ ഏകദേശം ഒരു 3-4 മണിക്കൂർ ആ റെയിൽവേ സ്റ്റേഷനിലിരുന്നു ഒറ്റയ്ക്ക്. അവിടെ ടോയ്ലറ്റ് ഉണ്ടോയെന്ന് അവിടെ ദൂരെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റാത്ത നാറ്റം. പിന്നെ ഞാൻ ഒരു തനി UP-കാരനായി. അങ്ങനെ ഞാൻ അയോധ്യയിൽ വന്നെത്തി. ഇനി അയോധ്യ കാണണം. രാമൻ്റെ ജന്മഭൂമിയിലേക്ക് ഞാൻ എൻ്റെ കാലെടുത്ത് വയ്ക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു, ബൈ.